വെൽക്കം ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഞാൻ പ്ലസ് ടുവിൻ്റെ എല്ലാ ബ്രാഞ്ചിൻ്റെയും തിയററ്റിക്കൽ പാർട്ട്, കോൺസെപ്റ്റ് ഇതെല്ലാം അതാത് പ്ലേ ലിസ്റ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഓംസ് ലോ, അറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഒപ്റ്റിക്സ്, ജോമെട്രിക്കൽ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവനവൻ്റെ ആവശ്യമനുസരിച്ച് പ്ലേലിസ്റ്റ് എടുത്ത് കണ്ട് കോൺസെപ്റ്റും എല്ലാം മനസ്സിലാക്കുക. ഒത്തിരി പ്രോബ്ലംസ് പല സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കൂടിയത്, സ്റ്റാൻഡേർഡ് മീഡിയം, ലോ സ്റ്റാൻഡേർഡ്, ആവറേജ് സ്റ്റാൻഡേർഡ്, ഇങ്ങനെ പല ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് പല സിലബസുകാർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ എല്ലാവർക്കും വേണ്ടി അത് എല്ലാവർക്കും ഉപയോഗിക്കാം. കാരണം എൻട്രൻസ് എക്സാമിനേഷന് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഞാൻ അതിന് ഉദ്ദേശിച്ചു. പ്രത്യേകിച്ച് എൻട്രൻസിൻ്റെ പ്ലേ ലിസ്റ്റുണ്ട്. അതുകൂടാതെ ഇതെല്ലാം തന്നെ എൻട്രൻസിന് ഉപകരിക്കും. നോക്കുക, എൻട്രൻസിന് ഈ പോസ്റ്റിംഗ് കൊണ്ട് പ്രയോജനം കിട്ടി എന്ന് തന്നെ, കഴിഞ്ഞ എക്സാമിനേഷൻ പ്രയോജനം കിട്ടി, വളരെയധികം പ്രയോജനം കിട്ടിയെന്ന് തന്നെ അറിയിച്ച സുഹൃത്തുക്കൾക്ക് നന്ദി, ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. ഫീഡ്ബാക്ക് അയക്കുന്നവർക്കെല്ലാം എൻ്റെ നന്ദി. ഓരോന്നും നിങ്ങൾ പ്രോബ്ലമൊക്കെ ആകുമ്പോൾ, ക്വസ്റ്റ്യൻസൊക്കെ ആകുമ്പോൾ കഴിവതും അത് കേട്ട് എഴുതി എടുത്ത് അതായത് സെക്ഷൻ ആയിട്ട് ഫയലായിട്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ റെഫർ ചെയ്യാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടോപ്പിക്സ് ഇങ്ങനെ മാറി മാറി വരും. എന്നിട്ട് ഞാനത് അന്നേരം തന്നെ പ്ലേ ലിസ്റ്റിലോട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കാണാം. അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണ് സൗകര്യം. ഫസ്റ്റ് വൺ, എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് -q, സ്മോൾ q ആൻഡ് മാസ് m moves in a circular orbit about a fixed charge plus capital Q. Show that cube of radius of the orbit is proportional to square of the period of revolution. അത് പ്ലസ് വണ്ണിൽ പഠിച്ച കെപ്ലേഴ്സ് ലോ തന്നെയാണ്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത് ഫിക്സഡ് ചാർജ്, സ്റ്റേഷനറി ചാർജ്, ക്യാപിറ്റൽ പ്ലസ് ക്യൂ. ഇത് -q ഇതിന് ചുറ്റും കിടന്ന് r റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ കറങ്ങുന്നു. സർക്കിളിൽ കറങ്ങണമെങ്കിൽ നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അതിവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r എന്നെടുക്കാം, അല്ലെങ്കിൽ mr⍵² എന്നെടുക്കാം. ഇവിടെ ഇതെടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ mr⍵² സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽസ് ഇത് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ദറ്റ് ഈസ് 1/4πε0 ഇൻറ്റു q1 q2/r², q ഇൻറ്റു -q/r². ഈ ഫോഴ്സ് കാണുമ്പോൾ ചാർജിൻ്റെ സൈൻ ഇടരുത്. അത് പൊട്ടൻഷ്യൽ എനർജിയും കാണുമ്പോഴേ ചാർജിന് സൈൻ കൊടുക്കുക. ഫോഴ്സ് കാണുമ്പോൾ വാല്യൂ മാത്രം എഴുതിയാൽ മതി. ഇവിടുന്ന് ω² കാണാം, ഈക്വൽസ് 1/4πε0 ഇൻറ്റു q/m r³. ഈ r mr താഴെ വരുമല്ലോ, അപ്പോൾ mr³ വരും. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t, 2π/പീരീഡ്. അപ്പോൾ ω² എന്ന് പറഞ്ഞാൽ 4π²/t² ഈക്വൽസ് q ഇൻറ്റു q/4πε0m ഇൻറ്റു 1/r³. ഇവിടുന്ന് r³ സോൾവ് ചെയ്യാം. സോ r³ ഈക്വൽസ് q ഇൻറ്റു q/16π²ε0m ഇൻറ്റു t². ഇതിലെ q ഇൻറ്റു q/16π²ε0m ഇത്ര ഇവിടെ കോൺസ്റ്റൻസാണ്. ചുരുക്കത്തിൽ r³ ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു t² എന്ന് പറഞ്ഞാൽ r³ ഈസ് പ്രൊപ്പോർഷണൽ ടു t². അപ്പോൾ പ്രൂവ്ഡ് ആയല്ലോ. ക്യൂബ് ഓഫ് ദി റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി പീരീഡ്. അതത്രയേ ഉള്ളൂ.
another one. An electron is projected with an initial speed of 3.24 into 10 raised to 5 meter per second directly toward a proton which is at rest. If the electron is initially a very great distance from the proton, at what distance from the proton is the speed of the electron equal to twice the initial value? അതായത് ഒരു പ്രോട്ടോൺ ഒരിടത്ത് ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നു സ്റ്റേഷനറി ആയിട്ട്. അങ്ങ് വളരെ ദൂരെ നിന്നൊരു ഇലക്ട്രോൺ ഇതിന് നേരെ പ്രൊജക്റ്റ് ചെയ്ത് വിടുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ അട്രാക്ഷൻ കൊണ്ട് അത് അടുത്തടുത്ത് വരുന്തോറും അതിൻ്റെ സ്പീഡ് കൂടും. ഏത് അകലത്തിൽ വരുമ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഡബിൾ ആകുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് പ്രോട്ടോൺ പ്ലസ് ഇ ചാർജ് ഇതിവിടെ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുക. ഇത് ദൂരെ നിന്ന് വരുന്ന ഇലക്ട്രോൺ. അപ്പോൾ ഇതിൻ്റെ അട്രാക്ഷൻ കൊണ്ട് അടുത്തടുത്ത് വരുന്തോറും ഇതിൻ്റെ വെലോസിറ്റി കൂടിക്കൂടി വരും. 6 അകലത്തിലെത്തുമ്പോൾ വെലോസിറ്റി ഡബിൾ ആകുന്നെന്നിരിക്കട്ടെ. നമുക്ക് ഈ 6 കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എനർജി കൺസർവേഷൻ ഉപയോഗിച്ചാൽ മതി. ടോട്ടൽ എനർജി ഫൈനൽ എനർജി മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ ഇനിഷ്യൽ എനർജി. ഇവിടെ എത്തുമ്പോൾ ഇതിന് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുകൂടാതെ കൈനറ്റിക് എനർജി ഉണ്ട് ഈ ഇലക്ട്രോണിന്. അപ്പോൾ ഇവിടെ വെച്ചുള്ള ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി അറിയാം, 2 ചാർജ് Q1 Q2, 6 അകലത്തിൽ ഇരിക്കുന്ന 2 ചാർജ് Q1 Q2 അത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി 1/4πε0 ഇൻറ്റു Q1 Q2/R. അവിടെ 2 ചാർജിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഇ, Q2 എന്ന് പറഞ്ഞാൽ മൈനസ് ഇ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് 1/4πε0 ഇൻറ്റു ഇ ഇൻറ്റു മൈനസ് ഇ ബൈ ആർ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഹാഫ് എം ഇൻറ്റു ഇവിടെ വരുമ്പം വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി ഡബിൾ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി വി ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി 2v. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹാഫ് എം ഇൻറ്റു 2v ദി ഹോൾ സ്ക്വയർ. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇനിഷ്യൽ ടോട്ടൽ എനർജി. ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് വളരെ അകലെയാണ്, അപ്പോൾ ഇൻഫിനിറ്റി ഡിസ്റ്റൻസിലാണെന്ന് സങ്കല്പിക്കാം. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഇത് തമ്മിൽ അട്രാക്ഷൻ ഉള്ളിടത്ത് മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഉള്ളൂ. വളരെ അകന്നിരിക്കുമ്പോൾ ഇത് തമ്മിൽ അട്രാക്ഷനൊന്നും ഇല്ല, സീറോയാണ്, നെഗ്ലിജിബിളാണ്. പോയിട്ട് ഇതിന് ഉള്ള ഇലക്ട്രോണിനുള്ള കൈനറ്റിക് എനർജി മാത്രമേ ആദ്യം ഉള്ളൂ ടോട്ടൽ എനർജി ആയിട്ട്. അപ്പോൾ ടോട്ടൽ ഫൈനൽ എനർജി ഈക്വൽസ് ടോട്ടൽ ഇനിഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ്. ദറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. ഈ വി അടുത്ത് വരുമ്പോൾ 2v ആവും. അപ്പോൾ ടോട്ടൽ ഫൈനൽ എനർജി ഈക്വൽസ് ടോട്ടൽ ഇനിഷ്യൽ എനർജി. ഇവിടുത്തെ 1/4πε0 ഈ മൈനസ് ഇവിടെ വരും. 1/4πε0 എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹ ഇൻറ്റു ഇ സ്ക്വയർ ബൈ ആർ ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ. ഈ ടൈം കൂടി റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം ഇൻറ്റു 2v ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4v സ്ക്വയർ. ഇവിടെ ഹാഫ് എം കോൺഫാക്റ്റായിട്ട് എടുക്കാം. പോയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ? -9 × 10⁻⁹ -9 × 10⁻⁹ ഇൻറ്റു ഇ സ്ക്വയർ ബൈ ആർ ഈക്വൽസ് ഹാഫ് എം ഇൻറ്റു അത് കോൺഫാക്റ്റായിട്ട് എടുക്കാം ഇൻറ്റു വി സ്ക്വയർ മൈനസ് 4v സ്ക്വയർ. വി സ്ക്വയർ മൈനസ് 4v സ്ക്വയർ എന്നാൽ -3v സ്ക്വയർ. 2 സൈഡിൽ നിന്ന് മൈനസ് അങ്ങ് പോയിട്ട് 9 × 10⁻⁹ ഇൻറ്റു ഇ സ്ക്വയർ ബൈ ആർ ഈക്വൽസ് 3/2 mv സ്ക്വയർ. ഇവിടുന്ന് നമുക്ക് 6 കണ്ടുപിടിക്കാം. 6 ആണല്ലോ അറിയേണ്ടത്. R ഈക്വൽസ് 18 × 10⁻⁹ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 mv സ്ക്വയർ.
That is 18 into 10 raised to 9 into E, electron charge, 1.6 into 10 raised to minus 19, the whole square, divided by 3 into M, mass of electron, 9 into 10 raised to minus 31, into V, തന്നിട്ടുണ്ട് 3.24 into 10 raised to 5, അതിൻ്റെ സ്ക്വയർ. ഇത് സിംപ്ലിഫൈ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.63 into 10 raised to minus 9 meter. That is the answer. ഇതുപോലുള്ള പ്രോബ്ലംസൊക്കെ ചെയ്ത് കാൽക്കുലേഷൻസ് എളുപ്പം ചെയ്യാനുള്ള പരിശീലനം കിട്ടണം. അത് ഭാവിയിൽ എൻട്രൻസിനും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഉപകരിക്കും. പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പം കോൺസെപ്റ്റും തലയിൽ ഉറയ്ക്കും. മാത്രമല്ല പല സിലബസിൽ പല സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങൾ, അതുകൊണ്ട് ഞാൻ എല്ലാ സ്റ്റാൻഡേർഡും എഴുതുന്നത്. കൂടുതൽ കാര്യങ്ങൾ പുറകെ വരും. താങ്ക് യു.